20 മീറ്റർ തുണിയിൽ നിന്ന് 5.4 മീറ്റർ, 3.6 മീറ്റർ, 4.2 മീറ്റർ എന്നിങ്ങനെ 3 കഷണങ്ങൾ മുറിച്ചു മാറ്റുന്നു. ശേഷിക്കുന്ന തുണിയുടെ അളവ് എത്ര? 20 മീറ്റർ നീളമുള്ള തുണിക്കഷ്ണം ഇതാണ് സങ്കല്പിക്കുക. ഇത് 20 മീറ്റർ ആണ്. അതിന് 5.4 മീറ്റർ നീളമുള്ള ഒരു കഷ്ണം മുറിച്ചു, 3.6 മീറ്റർ നീളമുള്ള ഒരു കഷ്ണം മുറിച്ചു, 4.2 മീറ്റർ നീളമുള്ള ഒരു കഷ്ണം, അങ്ങനെ 3 കഷ്ണങ്ങൾ മുറിച്ചെടുത്തു. നമ്മൾ കാണേണ്ടത് ശേഷിക്കുന്ന തുണിയുടെ അളവ് കാണണം, തുണിയുടെ നീളം കാണണം. അപ്പോൾ എന്താ ചെയ്യുക? ഈ 3ഉം കൂടി കൂട്ടുക. അപ്പോൾ എന്ത് കിട്ടും? ഈ 3 കഷ്ണത്തിൻ്റെയും കൂടി ആകെ നീളം കിട്ടും. അതിന്ന് ആകെ തുണിയുടെ നീളത്തിൽ നിന്ന് ഇത് കുറയ്ക്കുക. ആകെ തുണിയുടെ നീളത്തിൽ നിന്ന് ഈ 3ഉം കൂടി കൂട്ടിയത് കുറച്ചാൽ മതി. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 20 കുറയ്ക്കണം, ബ്രാക്കറ്റിൽ 5.4 കൂട്ടണം, 3.6 കൂട്ടണം, 4.2 ഇതെല്ലാം കൂടി കൂട്ടുക. 20 കുറയ്ക്കണം, 2ഉം 6ഉം 8ഉം 4ഉം 12. അപ്പോഴേക്ക് ദശാംശമായി, ദശാംശം ഇടുക. ശിഷ്ടം 1, 1 4 5, 5 3 8, 8 5 13. 20 കുറയ്ക്കണം, 13.2 അത് കുറയ്ക്കണം. 20ന്ന് 13.2 കുറയ്ക്കണം. ഇതെങ്ങനെ കുറയ്ക്കുക? ഇവിടെ 0.8 0 ഇടുക. ഇനി കുറയ്ക്കുക. 2ഉം എത്രയും 10, 8ഉം 2ഉം 10, ശിഷ്ടം 1, 1 3 4, 6 10, 1 2. ഉത്തരം ദശാംശം ഇടണം. നമ്മളെ 6.8 മീറ്ററാണ് ശേഷിക്കുന്ന തുണിയുടെ അളവ്.